ഹലോ ഡിയർ ഫ്രണ്ട്സ്, നല്ല ചൂട് കുത്തരിച്ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പൊട്ടറ്റോ പുളിങ്കറിയുടെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഏകദേശം നമ്മൾ മീൻകറി വെക്കുന്നത് പോലെയാണ്. പാൻ നല്ലതുപോലെ ചൂടായാൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ കറിക്ക് വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണേ. ചൂട് വെളിച്ചെണ്ണയിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ കടുക് ഇത്രയും ഇട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് 2-3 ഉണക്കമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാമേ. ചെറുതായിട്ട് ചോപ്പ് ചെയ്ത വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ, 1 പീസ് ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, ഇത്രയും മീഡിയം ഫ്ലെയിമിൽ വെച്ച് കളർ ചേഞ്ച് ചെയ്യുന്നത് വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലോട്ട് ഫ്രഷ് കറി ലീവ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാമേ. ഇനി വേണ്ടത് ഫൈനായിട്ട് ചോപ്പ് ചെയ്ത 1 പിടി കുഞ്ഞുള്ളിയാണേ. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുഞ്ഞുള്ളി ട്രാൻസ്ലൂസൻ്റ് ആകുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഉള്ളി ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ, നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തേച്ചാൽ മതിയേ. ഇതേപോലെ സോട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ആദ്യം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 3 ടീസ്പൂൺ മല്ലിപ്പൊടിയാണേ. ലോ ഫ്ലെയിമിൽ വെച്ച് വേണേ പൊടികൾ റോസ്റ്റ് ചെയ്യാനായിട്ട്. മല്ലിപ്പൊടിയുടെ നല്ലൊരു ഫ്രേഗ്രൻസ് വരുന്നത് വരെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. മല്ലിപ്പൊടി ആദ്യം ആഡ് ചെയ്യുന്നത് നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് കണ്ടോ, ഒരു നുള്ള ഉലുവ പൊടിച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയുടെയും ഉലുവയുടെയും എല്ലാം നല്ല ഒരു ഫ്രേഗ്രൻസ് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് എരിവിനാവശ്യമായ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കശ്മീരി ചില്ലി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ് ചെയ്തെടുത്തോളൂ. കശ്മീരി ചില്ലി ആവുമ്പോൾ കറിക്ക് നല്ല കളർ കൂടി കിട്ടും. സാധാരണ മുളക് പൊടിയാണെങ്കിലും കുഴപ്പമില്ല. പൗഡേഴ്സ് എല്ലാം നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് 1 നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി കുതിർത്തിയെടുത്തതിൻ്റെ ജ്യൂസാണേ. ഒന്ന് അരിച്ചെടുത്തിട്ടാണ് ഇത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. മീൻകറിയിൽ സാധാരണ ഞാൻ യൂസ് ചെയ്യുന്നത് കൊടംപുളിയാണ്. വാളംപുളി വെച്ച് ഈ കറി റെഡിയാക്കി എടുക്കുമ്പം ഗ്രേവി നമുക്ക് നല്ല തിക്കായിട്ട് കിട്ടും കേട്ടോ. കറിക്ക് എന്തോരം പുളിരസം വേണം അതിനനുസരിച്ച് പുളിയുടെ ക്വാണ്ടിറ്റിയും അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ടേസ്റ്റിന് ആവശ്യമായ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചത് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്തെടുക്കാം. എന്നിട്ട് ഈ മിക്സ് ബോയിൽ ചെയ്യുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പൊട്ടറ്റോ ചോപ്പ് ചെയ്ത് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ ബോയിൽ ചെയ്യുന്ന മിക്സിലേക്ക് നമുക്ക് പൊട്ടറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ രീതിയിലാണ് ഞാൻ പൊട്ടറ്റോ ചോപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്കിഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. ചെയ്യുമ്പം എല്ലാം ഒരേ രീതിയിലും ഒരേ കനത്തിലും ചെയ്യുകയാണെങ്കിൽ ഒരേ സമയം നമുക്കിത് നന്നായിട്ട് കുക്കായി കിട്ടും. പിന്നെ കറി കാണാനും ഒരു ഭംഗി വേണ്ടേ. മീഡിയം സൈസിലുള്ള 2 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ച് എരിവും ഉപ്പും പുളിയും എല്ലാം പൊട്ടറ്റോയിലേക്ക് പിടിക്കുന്ന രീതിയിൽ നമുക്കൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കാം. മിക്സ് നല്ലതുപോലെ പൊട്ടറ്റോയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റോളം കമ്പൈൻ ചെയ്ത് കൊടുത്തോളൂ. ഈ സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാമേ. ഗ്രേവിക്ക് ആവശ്യത്തിന് ഉപ്പുണ്ടെങ്കിലും ചിലപ്പോൾ പൊട്ടറ്റോ വെന്ത് വരുമ്പോൾ ഉപ്പ് വേറെ നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. കുക്കിങ്ങിന് ആവശ്യമായ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ഒരു സ്വല്പം കുറവായിരുന്നു, അതും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് ബോയിൽ ആകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കണേ. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് ബോയിലായി കിട്ടും. കശ്മീരി ചില്ലി പൗഡറിൻ്റെ നല്ലൊരു റെഡ് കളർ കാണാൻ പറ്റുന്നില്ലേ? ഇതാ ഇപ്പോൾ നമ്മുടെ മിക്സ് ബോയിലായി വരുന്നുണ്ട്. നല്ലതുപോലെ ബോയിലായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് പാൻ കവർ ചെയ്ത് പൊട്ടറ്റോ സോഫ്റ്റ് ആകുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്യാം. ടൈം കറക്റ്റ് പറയാൻ പറ്റത്തില്ലായിരിക്കുമേ, കാരണം ഓരോ പൊട്ടറ്റോയുടെയും കുക്കിംഗ് ടൈം വ്യത്യാസമായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യാം. പൊട്ടറ്റോ വെന്ത് കിട്ടാനുള്ള വെള്ളം ആവശ്യത്തിന് വേണം. കുറച്ച് സമയം കൂടെ നമുക്ക് പാൻ കവർ ചെയ്ത് കുക്ക് ചെയ്യാമേ. ഇപ്പം നോക്കിയേ, ഗ്രേവി തിക്കായി വന്നിട്ടുണ്ട്. എണ്ണയെല്ലാം തെളിഞ്ഞു കിടക്കുന്നത് കണ്ടോ. പൊട്ടറ്റോ പാകത്തിന് കുക്കായൊന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. ഒരു പീസ് എടുത്ത് ഒന്ന് കട്ട് ചെയ്ത് നോക്കിയാൽ മതി. പൊട്ടറ്റോ സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഈ ഗ്രേവി ഉണ്ടല്ലോ, ഇരിക്കും തോറും ഇനിയും തിക്കായിട്ട് വരും. നമുക്ക് പതിയെ ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പാൻ കവർ ചെയ്ത് മാറ്റി വെക്കാം. സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കണേ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ കറി ഇരിക്കും തോറും തിക്കായിട്ട് വരുമെന്ന്. ഇപ്പോൾ ഗ്രേവി കുറച്ചും കൂടെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല മഴയുള്ള സമയത്ത് ചൂട് ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് കേട്ടോ. അധികം സ്പൈസി അല്ല, എന്നാലും ആവശ്യത്തിന് എരിവുണ്ട്, പുളിയുണ്ട്. സിമ്പിൾ റെസിപ്പിയാണ്, അധികം ഇൻഗ്രീഡിയൻസും ഇല്ലല്ലോ. നോമ്പ് കാലത്തൊക്കെ മീൻ കറിക്ക് പകരമായിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷും കൂടെയാണിത്.
ഏകദേശം നമ്മുടെ മീൻകറി പോലെ തന്നെ അല്ലേ? റെസിപ്പി ഇഷ്ടമായാൽ ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് വാച്ചിങ്. ബൈ.